ഹായ് ഫ്രണ്ട്സ്, നമ്മളേവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ജൂനിയർ ജിയോഫിസിസ്റ്റ് എക്സാമിൻ്റെ സിലബസ് വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് സെലക്ഷൻ. കാറ്റഗറി നമ്പർ 468/2024. സിലബസിൽ 8 മൊഡ്യൂളുകളാണുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂളും എത്ര മാർക്കാണ്, അതിൻ്റെയൊക്കെ ഡിവിഷൻസ് എന്നുള്ളത് വ്യക്തമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൈഡ്രോളജി സൈക്കിളിനെ കുറിച്ചാണ്. ഹൈഡ്രോളജി സൈക്കിൾ എന്ന് പറയുന്നത് ജലചക്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ജലം ഭൂമിയിൽ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നുള്ള ആ ഒരു രീതി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പ്രസിപ്പിറ്റേഷൻ, ഇതെല്ലാം അതിനകത്ത് വരും. അത് നമുക്ക് ഹൈഡ്രോളജി സൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നോക്കാം. അപ്പോൾ ജസ്റ്റ് സിലബസ് എന്താണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒറിജിൻ ആൻഡ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അല്ലേ, നമുക്കറിയാം നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില ഫാക്ട്സുകൾ ഉൾപ്പെടുന്ന ഒരു മൊഡ്യൂൾ തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഇതിൽ പറയുന്നത് ഭൂഗർഭ ജലം എങ്ങനെ രൂപപ്പെടുന്നു, അത് സർഫസ് ലെയർ മുതൽ ഡീപ്പർ ലെയേഴ്സ് വരെ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെയൊക്കെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് നമുക്കറിയാം ഗ്രൗണ്ട് വാട്ടർ ഒക്കറൻസ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഇതിലെന്താ പറയുന്നത്, ഭൂഗർഭജലം എവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത്, അത് റോക്ക് ഫോർമേഷൻസിനുള്ളിൽ എങ്ങനെ നിലകൊള്ളുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടൈറ്റിലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ബിയറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. റോക്സ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അത് നമ്മൾ വെറുതെ ക്ലാസിഫൈ ചെയ്യുന്നതല്ല. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അത് റോക്സിനെ അവരുടെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, ജലത്തെ സൂക്ഷിക്കുന്ന രീതി അല്ലെങ്കിൽ ജലത്തെ ശേഖരിച്ച് വെച്ചിരിക്കുന്ന രീതി അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അക്വിഫർ ഉണ്ട്, ജലം നല്ല രീതിയിൽ സംഭരിക്കുന്ന ഒരു തരം ഫോർമേഷൻ. പിന്നെ അക്യുക്ലൂഡ് ഉണ്ട്, ജലം ആൾമോസ്റ്റ് തടയുന്ന ലെയറാണത്. പിന്നെ അതിനകത്ത് വരുന്നത് അക്യൂട്ടാർഡ് ഉണ്ട്, ജലം സ്ലോ ആയിട്ട് കിടക്കുന്ന ഫോർമേഷൻ. പിന്നെ അക്യുഫ്യൂജ് ഉണ്ട്, അതായത് ജലം കിടക്കാൻ അനുവദിക്കാത്ത ഒരു ഇംപെർമിയബിൾ ആയിട്ടുള്ള റോക്കാണത്. അപ്പം ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്കിതിനകത്ത് വരുന്ന ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഓഫ് അക്വിഫേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനകത്ത് അൺകൺഫൈൻഡ് അക്വിഫർ, അതുപോലെ കൺഫൈൻഡ് അക്വിഫർ. കൺഫൈൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു അടച്ച അക്വിഫറിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ മൾട്ടി ലെയർ അക്വിഫർ, അനവധി പാളികളുള്ള അക്വിഫർ, ഇവയെക്കുറിച്ചൊക്കെയാണ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ അക്വിഫറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അക്വിഫറിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് പൊറോസിറ്റി, ട്രാൻസ്മിസിവിറ്റി, അതുപോലെ അങ്ങനെ അതിൻ്റെ സംഭരണശേഷി, അതിൻ്റെ ഗുണങ്ങൾ, പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഡാർസീസ് ലാ ആൻഡ് ഇറ്റ്സ് വാലിഡിറ്റി. ഭൂഗർഭ ജലപ്രവാഹം ഗവേൺ ചെയ്യുന്ന നിയമമാണ് ശരിക്കും ഡാർസീസ് ലാ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അസംഷൻസ്, അതിൻ്റെ ലിമിറ്റേഷൻസ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. പിന്നെ ഹൈഡ്രോ ജിയോ കെമിസ്ട്രി. ഇതിൽ പറയുന്നത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ, അതായത് രാസഘടന, ഡൊമസ്റ്റിക് ആയിട്ടുള്ളത്, ഗൃഹോപയോഗങ്ങൾ, പിന്നെ ഇറിഗേഷൻ, ജലസേചനം, പിന്നെ ഇൻഡസ്ട്രിയൽ, കാർഷിക, വ്യാവസായിക യൂസസുകൾ എന്താണ്, അതനുസരിച്ച് അതിനെ നമുക്ക് എങ്ങനെ ജലത്തിനെ ക്ലാസിഫൈ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ കൂടാതെ പൊല്യൂഷൻ സോഴ്സസുകൾ എന്താണ്, മലിനീകരണ ഉറവിടങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ബേസിക് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആ ഒരു ജിയോ ഫിസിക്സ് ആണ് ശരിക്കും മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഇത് 12 മാർക്കിനാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ഈ 8 മൊഡ്യൂളുകളിൽ നോക്കിയാൽ അറിയാം അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് 12, 14 ഇങ്ങനെയൊക്കെയുള്ളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇവിടെ വരുന്നത്. അടുത്തത് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2വിനകത്ത് സോളിഡ് എർത്ത് ജിയോ ഫിസിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് സോളിഡ് എർത്ത് ജിയോ ഫിസിക്സ്? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടേം തന്നെ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ എർത്ത്. ഇതിൽ പറയുന്നത് ഭൂമിയുടെ ആകൃതി, വലിപ്പം, ഇതിനെയൊക്കെ കുറിച്ചാണ്. ഭൂമി പെർഫെക്റ്റ് സ്ഫിയർ അല്ല, മറിച്ച് ഒബ്ലേറ്റ് സ്ഫെറോയിഡ്, അല്പം വീർന്ന ഗോൾ പോലെയാണ്. കാരണം അതിൻ്റെ റൊട്ടേഷൻ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും മറ്റുമൊക്കെയാണ് നമ്മൾ ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ എർത്തിൽ പഠിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ പിന്നെ എന്താണ് ഇൻ്റർനാഷണൽ ഗ്രാവിറ്റി ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഗ്രാവിറ്റി വേരിയേഷൻസിനെ കുറിച്ച്, ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് എങ്ങനെ ഗ്രാവിറ്റി വേരിയേഷൻസ് വരുന്നു, അതായത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കും. പിന്നെ അതിനകത്ത് വരുന്നത്, പിന്നെ നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കൺസെപ്റ്റ് ഓഫ് ഐസോസ്റ്റസിയെ കുറിച്ചാണ്. അതായത് ഇതിൽ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ബാലൻസ്, ഭൂമുഖം ഗ്രാവിറ്റേഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബാലൻസ് നിലനിർത്തുന്ന ആ ഒരു രീതിയെക്കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഇതിന് ഏറിയ ഹൈപ്പോത്തസിസ്, അങ്ങനെ കുറച്ച് മോഡൽ, അതുപോലെ
ഹേഫോർഡ് ഹൈപ്പോത്തസിസ് എന്നിവ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് അറിഞ്ഞിരിക്കണം. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ എർത്ത്, ഇതിൽ പറയുന്നത് ഭൂമിയുടെ ആന്തരഘടനയെക്കുറിച്ചാണ്. ഭൂമിയുടെ ക്രസ്റ്റ്, മാൻറ്റിൽ, കോറ്, ഇങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷൻ വരുന്ന ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ, ഇതൊക്കെ വരുന്ന ക്ലാസിഫിക്കേഷൻസ് അതിൻ്റെ ലെയേഴ്സുകളെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് മൊഡ്യൂൾ 2-നകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനകത്ത് മൊഡ്യൂൾ 2-ൽ പറഞ്ഞേക്കുന്ന നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ജിയോ ഡൈനാമിക്കൽ പ്രോസസ്സാണ്. ഭൂമുഖത്തിലെ പ്ലേറ്റ് മൂവ്മെൻറ്റ്, പ്ലേറ്റിൻ്റെ ചലനം, അതിൻ്റെ പ്രോസസ്സ്, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്, സീ ഫ്ലോ സ്പ്രെഡിങ്, പ്ലേറ്റ് ടെക്ടോണിക്സ്, ഇതൊക്കെ അതിനകത്ത് വരും. പിന്നെ ജിയോ മാഗ്നറ്റിസം, ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ വേരിയേഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ വരുന്നത് പാലിയോ മാഗ്നറ്റിസം, അതായത് ഭൂമിയുടെ പാസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് പഠിക്കാനായി ആയിട്ടുള്ള പോളാർ വാൻഡറിങ്, ജിയോ മാഗ്നറ്റിക് റിവേഴ്സൽ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ലാസ്റ്റ് സെഷനിൽ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് സെഷനിൽ ഹീറ്റ് ഫ്ലോയെ കുറിച്ചാണ് പറയുന്നത്. ഭൂമിയിലെ ഹീറ്റ് ജനറേഷൻ സോഴ്സസ്, തെർമൽ ഹിസ്റ്ററി, അതുപോലെ റേഡിയോമെട്രിക് ഡേറ്റിംഗ് ടെക്നിക്സുകൾ ഒക്കെയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് പ്രോസ്പെക്റ്റിംഗ് ആണ്. ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഓഫ് ജിയോ ഫിസിക്കൽ പ്രോസ്പെക്റ്റിംഗ്. ഇതിൽ പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ഭൂഗർഭത്തിലെ റെസിസ്റ്റിവിറ്റി പ്രോപ്പർട്ടീസ് കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ഇലക്ട്രിക്കൽ മെത്തേഡ്സ് പ്രധാനമായിട്ടും ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷൻ, മിനറൽ എക്സ്പ്ലോറേഷൻ, സബ്സർഫസ് സ്ട്രക്ചർ ഡിറ്റർമിനേഷൻ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. പിന്നീട് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റെസിസ്റ്റിവിറ്റി മെത്തേഡ്സ്. ഇതിൽ പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്നത് റോക്സിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എങ്ങനെ വാട്ടർ കണ്ടന്റ്, പൊറോസിറ്റി, അതുപോലെ സലൈനിറ്റി എന്നിവ അനുസരിച്ച് മാറുന്നു എന്ന് പഠിക്കുന്ന രീതിയാണ്. ഗ്രൗണ്ട് വാട്ടർ ഉള്ള റോക്സ് ലോ റെസിസ്റ്റിവിറ്റി കാണിക്കും, ഡ്രൈ റോക്സിന് ഹൈ റെസിസ്റ്റിവിറ്റി കാണിക്കും. ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ റെസിസ്റ്റിവിറ്റി മെത്തേഡ്സ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നു. അത് ഇതിൽ പറയുന്നത് റെസിസ്റ്റിവിറ്റി മീറ്റേഴ്സ്, ഇലക്ട്രോഡ്സ് എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഫീൽഡിൽ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റി അറേ കോൺഫിഗറേഷൻസ്. ഇതിൽ പറയുന്നത് ഇലക്ട്രോഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്ന് പ്രധാനമായും 4 പ്രധാന കോൺഫിഗറേഷൻസ് ആണ് ഉള്ളത്. അതായത് വെന്നർ അറേ, ഷ്ലംബർഗർ അറേ, ഡൈപോൾ അറേ, പോൾ ഡൈപോൾ ആൻഡ് പോൾ അറേസ്. പ്രൊഫൈൽ നെക്സ്റ്റ് വരുന്നത് പ്രൊഫൈലിംഗ് ആൻഡ് സൗണ്ടിങ് ടെക്നിക്സ്. ഇതിൽ പറയുന്നത് മെഷർമെൻറ്റ്സ് എടുക്കുന്ന 2 മെയിൻ മെത്തേഡ്സിനെ കുറിച്ചാണ്. അതായത് ഹൊറിസോണ്ടൽ റെസിസ്റ്റിവിറ്റി പ്രൊഫൈലിംഗ്, അതുപോലെ അതിനെ നമ്മൾ HRP എന്ന ഷോർട്ടായിട്ട് പറയും. പിന്നെ വരുന്നത് വെർട്ടിക്കൽ ഇലക്ട്രിക്കൽ സൗണ്ടിങ്, VES എന്ന് പറയും. വെർട്ടിക്കൽ വേരിയേഷൻ ഇൻ റെസിസ്റ്റിവിറ്റി, അതായത് ഡെപ്തിൽ റെസിസ്റ്റിവിറ്റി എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അടുത്തത് റെസിസ്റ്റിവിറ്റി ഇമേജിംഗ് ആൻഡ് ഡേറ്റ കർവ്സ്. ഇതിൽ പറയുന്നത് റെസിസ്റ്റിവിറ്റി ഡേറ്റ ഗ്രാഫിക്കൽ കർവ്സുകൾ 2D or 3D ഇമേജിംഗ് ടെക്നിക്സിനെയൊക്കെ കുറിച്ചാണ്. അതിൻ്റെ സബ്സർഫസിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇൻഡ്യൂസ്ഡ് പോളറൈസേഷൻ അല്ലേ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് പോളറൈസേഷൻ എന്ന് പറയുമ്പോൾ പോളറൈസിങ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രഭാവം റോക്സിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മെംബ്രെയിൻ പോളറൈസേഷൻ ഉണ്ട്, അതിനകത്ത് ഇലക്ട്രോഡ് പോളറൈസേഷൻ ഉണ്ട്. മെഷർമെൻറ്റ്സ് 2 ഡൊമൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് ടൈം ഡൊമൈനിലും ഫ്രീക്വൻസി ഡൊമൈനിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഈ ഒരു IP മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൻഡ്യൂസ്ഡ് പോളറൈസേഷൻ മെത്തേഡിൽ മിനറൽ എക്സ്പ്ലോറേഷൻ, ഗ്രൗണ്ട് വാട്ടർ സ്റ്റഡി എന്നിവയിലൊക്കെ നമുക്കത് യൂസ്ഫുൾ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് പ്രോസ്പെക്റ്റിംഗ് ഇതിൽ പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ്. ഇതിൽ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കി സബ്സർഫസ് പ്രോപ്പർട്ടീസ് കണ്ടെത്തുന്ന ഒരു രീതിയാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് EM മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ പാസീവ് മെത്തേഡ്സ് ഉണ്ട്, അതായത് ടെലൂറിക് മെത്തേഡ്, മാഗ്നറ്റോ ടെലൂറിക് മെത്തേഡ്, അതുപോലെ ആക്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്, കൺട്രോൾഡ് സോഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടെലൂറിക് മെത്തേഡ് ഉണ്ട്, മാഗ്നറ്റോ ടെലൂറിക് മെത്തേഡ്, അതുപോലെ ജിയോ മാഗ്നറ്റിക് ഡെപ്ത് സൗണ്ടിങ്. ജിയോ മാഗ്നറ്റിക് ഡെപ്ത് സൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഡീപ്പ് എർത്ത് റെസിസ്റ്റിവിറ്റി ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് മാഗ്നറ്റോ ടെലൂറിക് പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു മൊഡ്യൂൾ 3-ക്കകത്ത് ഏകദേശം വരുന്നത്. മൊഡ്യൂൾ 3 14 മാർക്സിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 1 12 മാർക്സ്, മൊഡ്യൂൾ 2 14 മാർക്സ്, മൊഡ്യൂൾ 3 അതുപോലെ തന്നെ 14 മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 3-ക്ക്.